നമ്മൾ കേട്ട വിഷയങ്ങൾ ആദ്യം നമ്മൾ കേട്ടത് ആന്തരിക രോഗസൗഖ്യത്തിൻ്റെയും വിടുതലിനെയും കുറിച്ചുള്ള ദൈവികമായ തത്വങ്ങൾ, വേദപുസ്തകത്തിലെ അടിസ്ഥാനങ്ങൾ നമ്മൾ ആദ്യം കേട്ടു. പിന്നെ നമ്മൾ തിരസ്കരണം, ദൈവിക സ്വീകരിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേട്ടു. പിന്നെ മാപ്പില്ലായ്മ അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കുന്ന അവസ്ഥ, അത് ദൈവക്ഷമയുടെ വെളിച്ചത്തിൽ എന്നുള്ള വിഷയം കേട്ടു. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ദൈവക്രമത്തിൻ്റെ വെളിച്ചത്തിൽ ലൈംഗിക പാപങ്ങൾ എന്തുവാണ്, ആ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് വേദനയും ആഘാതവും എങ്ങനെ ഓവർകം ചെയ്യാം. പെയിൻ ആൻഡ് ട്രോമ, വേദനയും ആഘാതവും. വേദന അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. നമ്മളെല്ലാവരും ഒന്ന് കാല് മുറിഞ്ഞാലോ കൈ മുറിഞ്ഞാലോ ഒക്കെയുള്ള വേദനകൾ നമുക്കുണ്ട്. അത് ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും അങ്ങനെയുള്ള ഒരു വേദന സഹിക്കാതാകുമ്പോഴത്തേക്ക് വേദന സംഹാരികൾ കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഡോക്ടറെ കാണും, നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനൊക്കെയും പോകാറുണ്ട്, ഫിസിക്കലായിട്ടുള്ള വേദനകൾ. എന്നാൽ പലപ്പോഴും മാനസികമായിട്ടുണ്ടാകുന്ന വേദനകൾ നമ്മൾ അധികം ട്രീറ്റ് ചെയ്യാറില്ല. അല്ലെങ്കിൽ നമ്മളത് ചിലപ്പോഴൊക്കെയും ഈ കാർപ്പറ്റിൻ്റെ അടിയിൽ നമ്മൾ വീടൊക്കെയും തൂത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് പൊടിയൊക്കെ ലാസ്റ്റ് കിടക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ കാർപ്പറ്റിൻ്റെ അടിയിലോട്ട് അങ്ങ് കയറ്റി വെക്കും, പിന്നെ അത് കളയാമെന്ന് ഓർത്ത് എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ ഈ മാനസികമായിട്ടുണ്ടാകുന്ന വേദനകളും ആഘാതങ്ങളും ഒക്കെ നമ്മളങ്ങ് അകത്തോട്ടങ്ങ് വിടും. അത് ചിലപ്പോൾ നമ്മൾ ചെറിയ പ്രായം മുതലേ നമ്മൾ ആരംഭിച്ചതായ ഒരു ശീലമായിരിക്കാം. കാരണം അത് ഓർക്കാനോ ചിന്തിക്കാനോ നമുക്ക് സാധിക്കത്തില്ല. അത് ഓർക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് വേദന കൂടും. അതിലും നല്ലത് അധികം ഓർക്കാതിരിക്കുന്ന നല്ലത്. നമ്മൾ അധികം ചിലപ്പോൾ ചിലരോടൊക്കെയും പങ്കുവെക്കാറുണ്ട്. എന്നാൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ മറ്റുള്ളവരോട് പങ്കുവെക്കാറില്ല. എല്ലാം നമ്മളിൽ തന്നെ നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. എന്നാൽ ഈ വേദനകളിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് വേണ്ടേ? നമ്മൾ നേരത്തെയും ചിന്തിച്ചതുപോലെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും വളരെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ചർച്ച് നമുക്ക് അതിനുള്ളൊരു എൻവയോൺമെൻറ്റ് ഒരുക്കി തരും ഇതുപോലെയുള്ള മെസ്സേജുകൾ കേൾക്കാൻ. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള വിഷയങ്ങളെയൊക്കെ ഡീൽ ചെയ്യുവാൻ തക്കതായ ക്രിസ്തീയ കൗൺസിലേഴ്സും തെറാപ്പിസ്റ്റുകളും എല്ലാം നമുക്കിന്നുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മളാരും വേദനകൾ പേറി ജീവിക്കേണ്ട ആവശ്യമില്ല. വേദനകളുടെ ഉള്ളിൽ വെച്ച് നമ്മൾ കരഞ്ഞ് ആരും കാണാതെ വിമിഷ്ടപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതിനെല്ലാം ഒരു ഹീലിങ്ങിലേക്ക്, സൗഖ്യത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ പെയിൻ ട്രോമ എന്ന വിഷയം നമുക്ക് എന്തുവാണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേദപുസ്തകത്തിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ വേദന എന്ന ആ ഒരു പദം നമ്മൾ വേദപുസ്തകത്തിൽ പലപ്പോഴത്ത് കാണുന്നുണ്ട്. എങ്കിലും യാക്കോബിൻ്റെ ലേഖനം 5:13 ഒരു വാക്യമുണ്ടല്ലോ, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. അവിടെ ഈ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്കിന് 2 അർത്ഥങ്ങളുണ്ട് എന്ന് ദൈവ പണ്ഡിതന്മാർ പഠിച്ചവർ പറയുന്നു. കാക്കോപാത്യോ എന്ന് പറയുന്ന യവനായ ഭാഷയിൽ ആ പദത്തിന് ശാരീരികമായ വേദനയെന്നും മാനസികമായ പ്രയാസങ്ങളെന്നും, അല്ലെങ്കിൽ ശാരീരികമായ സഫറിങ്, ശാരീരികമായ കഷ്ടങ്ങളും മാനസികമായ കഷ്ടങ്ങളെന്നും അർത്ഥമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് രണ്ടും എപ്പോഴും ചേർന്ന് പോകുന്ന കാര്യമാണ്. ശാരീരികമായ വേദനയും മാനസികമായ വേദനയും. ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി. നമുക്കൊരു പനി വന്ന് ഒരാഴ്ച ഒന്ന് മേലാതിരിക്കുമ്പോൾ, എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒത്തിരി നല്ലൊരു ഫീവർ ഉണ്ടായിരുന്നു, തൊണ്ടയ്ക്കും എല്ലാം പ്രയാസം, ശബ്ദമൊന്നും ഇല്ലായിരുന്നു, കുറേ പ്രയാസത്തിലൂടെ കടന്നുപോയി. നമുക്ക് പനിയെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് വെറും ശാരീരികമായ പ്രയാസം മാത്രമല്ല, അത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ബാധിക്കും. ശരീരത്തിൽ നമുക്ക് എന്തായിരിക്കും, ഞാൻ വീക്കായിരുന്നപ്പോൾ ഓർത്തു, ശരീരത്തിൻ്റെ ആരോഗ്യം എത്രയോ പ്രധാനം. അല്പം ഒരു ക്ഷീണം വരുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേണ്ട രീതിയിലൊന്നും ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്കൊത്തിരി നിരാശ തോന്നും. നമ്മുടെ വർക്കുകൾ ചിലപ്പോൾ നമുക്ക് പലതും പെൻഡിങ് ആകുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും, അല്ലെങ്കിൽ വേണ്ട പോലെ പല കാര്യങ്ങളും ചെയ്യാതെ വരുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ വരും. ഇനി അത് മാത്രമാണോ, മാനസികമായിട്ട് ഈ പ്രയാസം വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ ആത്മാവിനെയും ബാധിക്കും. ശാരീരികമായ പ്രയാസങ്ങൾ മാനസികമായ തലത്തിൽ ബാധിക്കും, അതുപോലെ തന്നെ അത് നമ്മുടെ ആത്മാവിനെയും ബാധിക്കും. എങ്ങനെ? നമുക്ക് വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല,
നമുക്ക് ചിലപ്പോൾ ദൈവവചനം വായിക്കാനായിട്ട് തോന്നത്തില്ല, ഒരു നല്ല മെസ്സേജ് നമുക്ക് കേൾക്കണം തോന്നത്തില്ല. നിങ്ങൾക്ക് ശാരീരികമായ പ്രയാസമാണെങ്കിൽ ചർച്ചിൽ പോലും വരാനായിട്ട് സാധിക്കത്തില്ല. കുറേ നാൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കുമ്പോൾ അത് നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്നു. ഇതെല്ലാം കണക്റ്റഡായ കാര്യങ്ങളാണ്. ശരീരം, മനസ്സ്, ആത്മാവ്, ഇതെല്ലാം കണക്റ്റഡായ കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഈ വേദന എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വേദനയായിട്ട് മാത്രം നിർത്താൻ പറ്റത്തില്ല. ആ വേദനയെന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ വേദനയും ചിലപ്പോൾ ഒരു ആത്മാവിലുള്ള ഞരക്കവും കൂടി ആയിരിക്കാം, നമ്മുടെ ആത്മീയമായിട്ടുള്ളൊരു വേദനയും കൂടെ ആയിട്ട് നമുക്ക് വരാം. ഇനി ഈ വേദന ഒരു സാധാരണ നിലയിലുള്ള വേദനകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. എങ്കിലും ചിലപ്പോൾ ഇത് ഒരു വളരെ സീരിയസ് ആയിട്ട് വേദനയായിട്ട് ചിലപ്പോൾ ചില ആളുകളിൽ അത് ശേഷിക്കാറുണ്ട്. അതൊരു ട്രോമയായിട്ട്. ട്രോമ എന്ന് പറയുന്ന ആ ഒരു ട്രൊമാറ്റിക് എന്ന പദത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊലിയിലേക്ക് കുത്തിക്കയറുന്നത് പോലെ, പിയേഴ്സിങ് ടു ദ സ്കിൻ, നമ്മുടെ തൊലിപ്പുറത്തേക്ക് അകത്തോട്ട് കയറി വരുന്നത് പോലത്തെ ഒരു സംഭവം. അപ്പോൾ ചിലപ്പോൾ ചില വേദനകളൊക്കെ ഒരു വലിയ ആഘാതമായിട്ട് ചില ആൾക്കാരൊക്കെയും കൊണ്ടു നടക്കാറുണ്ട്. അത് സൈക്കോളജിക്കലിൽ അത് അങ്ങനെയുള്ള ഒരു ഡിസോർഡറായിട്ട് തന്നെ പറയാറുണ്ട്. പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരാം. അത് എല്ലാവരിലും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അത് ഓരോ വ്യക്തികളുടെയും മാനസികമായ നിലയനുസരിച്ചും ആ വ്യക്തികൾക്ക് ഉണ്ടായ നഷ്ടം, ആ നഷ്ടവുമായിട്ട് ആ വ്യക്തികൾക്കുള്ള ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും അതിൻ്റെ സീരിയസ്നെസ് അനുസരിച്ചുമൊക്കെയും ആ വേദനകൾ വരാം. ചിലപ്പോൾ ഇങ്ങനെയുള്ള വേദനകളുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ രാത്രികാലങ്ങളിൽ വേണ്ട പോലെ ഉറങ്ങാനായിട്ട് പറ്റത്തില്ല. രാത്രിയിൽ ചിലപ്പോൾ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ അവർ ചിലപ്പോൾ കാണുവാനായിട്ട് ഇടയായിത്തീരും. ചിലപ്പോൾ അവർ വളരെ വിജിലൻ്റായിട്ട് എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരെ വേദനിപ്പിച്ച സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ അടുത്ത് പോലും പോകത്തില്ല, ആ സ്ഥലത്ത് പോലും പോകത്തില്ല. അത് അങ്ങനത്തെ ഒരു സ്മെൽ അവർക്ക് ഫീൽ ചെയ്താൽ, ഒരു വസ്ത്രം അവർ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ പിക്ചർ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുഖം പോലും ചിലപ്പോൾ അങ്ങനെയാണെന്ന് കണ്ടാൽ അവരെ വേദനിപ്പിച്ചത് അവർക്ക് അങ്ങനെയുള്ളവരോട് ഇടപെടാൻ പോലും സാധിക്കത്തില്ല. ആളുകളിൽ നിന്ന് അവർ വിഡ്രോ ചെയ്ത് മാറി നിൽക്കുവാനായിട്ട് ചിലപ്പോൾ ഇടയാകും. അവർക്ക് പെട്ടെന്നുള്ള വികാര വിക്ഷോഭങ്ങളൊക്കെയും വരും. അധികമായ ദേഷ്യം ചിലപ്പോൾ അവർ പ്രകടിപ്പിക്കും. ചില സമയത്ത് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അമിതമായ കുറ്റബോധം കൊണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞു നിൽക്കും. മാത്രമല്ല ചിലപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചിലരൊക്കെയും ചില മറ്റ് ദുശീലങ്ങളിലേക്കൊക്കെയും കടന്നു പോകും. പല ആസക്തികളിലേക്കൊക്കെയും ചിലർ കടന്നു പോകാറുണ്ട്. മദ്യപാനം, മയക്കുമരുന്ന്, അതുപോലെ തന്നെയുള്ള പല 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 ആസക്തികളിലേക്ക്. കാരണം ഇവരനുഭവിക്കുന്ന വേദനയിൽ നിന്ന് അവർ നോക്കുമ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടുന്നത് ചിലപ്പോൾ മദ്യമായിരിക്കാം, മയക്കുമരുന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചില ആസക്തികളായിരിക്കാം. ഇപ്പോൾ അതുപോലെയുള്ള ഒത്തിരി സ്ഥിതിവിശേഷങ്ങൾ നമുക്കറിയാം. ഈ നാളുകളിൽ തന്നെ എത്രയോ ഭീകരമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വേദനയേറിയ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു. വയനാട്ടിൽ ദുരന്തം അനുഭവിച്ചവർ, നമ്മളൊരു പക്ഷേ അവരെയൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചാൽ ഇതുപോലെയുള്ള ആഘാതം പേറിയിരിക്കുന്നവർ തീർച്ചയായിട്ടും കാണും. അവർക്കൊക്കെയും പല രീതിയിലുള്ള കൗൺസിലിങ്ങുകളൊക്കെ ഗവൺമെൻറ് ഭാഗത്തു നിന്നും അല്ലാതെ NGOസും ഒക്കെ തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വേദന അവർക്ക് എളുപ്പത്തിൽ മാറുന്നൊരു കാര്യമല്ല. അവരുടെ മനസ്സിലൊക്കെയും ചിലപ്പോൾ ഈ ഓർമ്മകൾ എപ്പോഴും വരും. അവർ കിടക്കുമ്പോഴൊക്കെയും ഈ ചിത്രങ്ങൾ മനസ്സിലോട്ട് വരും. പല പല വാഹന അപകടങ്ങൾ നമ്മൾ ഈ ആഴ്ചകളിലൊക്കെയും നമ്മൾ കേട്ടു. എത്രയോ ദുഃഖമായിരിക്കാം അവർ പേറിക്കൊണ്ടിരിക്കുന്നത്, ചെറുതല്ല. ഒരുപക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും തന്നെ വേദനയുടെ പല സ്റ്റേജസിലായിരിക്കുന്നവർ കാണും. ചിലപ്പോൾ കൂടിയ വേദന ഉള്ളവർ കാണും. എന്നാൽ ചെറിയ വേദന പോലും നമ്മളുടെ ഉള്ളിൽ ആരും അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ കാണുമായിരിക്കാം. എന്നാൽ ഇതിനെല്ലാം നമുക്കും ഒരു വ്യത്യാസം ആവശ്യമില്ലേ? ഒരു കാര്യം മനസ്സിലാക്കുക, വേദനയുമായിട്ട് നമ്മൾ നടക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാണ്. നമ്മൾ പെട്ടെന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ ആഴമായിട്ട് അങ്ങനെ ചിന്തിക്കത്തില്ല. എന്നാൽ വേദപുസ്തകത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ വേദനയായിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് അതൊരു പ്രയാസമാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം ആദാമും ഹവ്വയും പാപം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊരു ശാപം ദൈവം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു.
അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യമായിട്ടൊരു വേദനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ വേദന എന്ന് പറയുന്നത് കാര്യവും ലോകം മുഴുവനും എല്ലാ മനുഷ്യരും പാപികളായിരിക്കുന്ന പോലെ തന്നെ, എല്ലാ ലോകം മുഴുവനും ശാപത്തിന് കീഴിലായിരിക്കുന്നത് പോലെ, ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ പ്രകൃതവുമായിട്ട് വളരെ കണക്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നമ്മൾ എന്തുകൊണ്ട് വേദനയും സഫറിങ്ങും ഒക്കെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പാപികൾ. നമ്മളേണ്ട് വലിയ പാപികളായതുകൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മളാരെങ്കിലും വേണ്ടി വലിയ പാപം ചെയ്തുകൊണ്ടെന്ന് അർത്ഥമല്ല. നമ്മളെല്ലാവരും മനുഷ്യ പ്രകൃതമായിട്ട് പാപത്തിനാണ്, പാപത്തിൻ്റെ ഒരു റിസൾട്ടായിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ അതിൻ്റെ 3-ാം അധ്യായം 16-17 വാക്യത്തിൽ നമ്മൾ കർത്താവ് പറയുന്ന ആ ഒരു കുറേ കാര്യങ്ങൾ. സ്ത്രീയോട് കൽപ്പിച്ച് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. അതിന് താഴോട്ട് പറയുമ്പോഴത്തേക്ക് പുരുഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അങ്ങനെ പറയുന്നു, നീ ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും, മനുഷ്യൻ നിന്റെ അതിന് മുമ്പിൽ നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് കണക്റ്റഡാണ്. അപ്പം നമുക്ക് ഈ നമ്മുടെ ആത്മീക ജീവിതത്തെ പലപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന വേദനകളൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. അത് നമ്മുടെ ആത്മീക വളർച്ചയെ തടസ്സപ്പെടുത്തുന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം ഇതെല്ലാം നമ്മുടെ ആത്മീയവുമായിട്ട് ഒത്തിരി കണക്റ്റഡായ കാര്യങ്ങളാണ്. ഇനി എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യം വായിക്കാമോ? എഫേസ്യർ 4:30-31. വായിച്ചു. എഫേസ്യർ 4:30-31. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനെ മുദ്രയിട്ടിരിക്കുന്നത്. ഓക്കെ. എല്ലാ കയ്പും പിന്നെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് പറയുവാണ്, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് പറയുന്ന കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ കയ്പ്, നിങ്ങളുടെ കുറ്റാരം, ഇതുപോലെയുള്ള വിഷയങ്ങൾ, കോപം, ഇതുപോലെയുള്ള വിഷയങ്ങളെല്ലാം പലപ്പോഴും വരുമ്പോഴത്തേക്ക് നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് പോവുക. അല്ലെങ്കിൽ നമ്മൾ വേദനയോടുകൂടി ഇരിക്കുമ്പോൾ നമ്മളൊക്കെ വേദന അനുഭവിച്ച വ്യക്തികളോട് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ കയ്പുണ്ടാകും, പക വരും. നമുക്കതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലോകത്തോട്, വ്യക്തികളോട്, സ്ഥാപനങ്ങളോട്, കുടുംബങ്ങളോടൊക്കെയും ചിലപ്പോൾ ദേഷ്യങ്ങൾ വരാം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ആദ്യം തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കുന്ന ഓരോ മനോഭാവങ്ങളൊക്കെയും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന. അപ്പോൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് നമ്മൾ വേദനയും ദുഃഖവും പേറിക്കൊണ്ടിരിക്കുന്നത് തടസ്സമാകുന്നു. ഇനി 1 തെസ്സലോനിക്കർ 5:19 കൊണ്ടൊന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർ 5:19. ആത്മാവിനെ കെടുക്കരുത്. അതിൻ്റെ മുകളിലത്തെയും കൂടെ വായിക്കാമോ? അല്ലെങ്കിൽ താഴത്തെ മുകളിലത്തെയും മുകളിലത്തെ വാക്യങ്ങൾ വായിച്ചു. ഇതല്ലോ ക്രിസ്തുവേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. മുകളിലത്തെ വാക്യങ്ങൾ വായിക്കോ, 19ന്റെ പ്രീവിയസ് വാക്യങ്ങൾ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. നിങ്ങൾക്ക് ദൈവ ഇഷ്ടം. പിന്നെ പറഞ്ഞിരിക്കുന്നു, ആത്മാവിനെ കെടുക്കരുത്. അപ്പോൾ ആദ്യം പറഞ്ഞതുമായിട്ട് ഒത്തിരി കണക്ഷൻ ഉണ്ട്. അവിടെ പറയുമ്പോൾ ആത്മാവിനെ കെടുക്കരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ സ്തോത്രം ചെയ്യുവീൻ. നമ്മൾ പലപ്പോഴും ഇതുപോലെയുള്ള വേദനകളിലും ദുഃഖത്തിലും പലപ്പോഴും ആയിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അപ്പോൾ അതും നമ്മുടെ ആത്മാവുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്കും ഡെവലപ്മെൻറ്റിലും ഒരു യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ട് നമ്മൾ വളരുന്നതിന് നമുക്ക് ഈ വേദനകളിൽ നിന്നൊക്കെയും ഒരു വ്യത്യാസം, ഒരു ഹീലിംഗ് നമുക്ക് വാസ്തവമായിട്ടും ആവശ്യമാണ്. വേദപുസ്തകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ, വേദപുസ്തകത്തിലുള്ള അനേകം ആൾക്കാർ വേദനയുടെ തീവ്രത അനുഭവിച്ചവരാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ വേദനയുടെ തീവ്രതയിലൊക്കെ അവർ ദൈവത്തിൻ്റെ കംഫോർട്ട്, ദൈവത്തിൻ്റെ ആശ്വാസം അവർ അനുഭവിച്ചു വരുമ്പോൾ
നമുക്ക് നോക്കാം ചില വ്യക്തികളെക്കുറിച്ച്. ഒന്ന്, ഹന്നയെ നമ്മൾ കാണുന്നു. 1 സമൂവേൽ 1-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നല്ലോ ഹന്നയുടെ ജീവിതം. എന്തുവായിരുന്നു ഹന്നയുടെ ജീവിതത്തിൻ്റെ ആദ്യ കാര്യങ്ങളൊക്കെ പറയുന്നത്? അവിടെ എൽക്കാന എന്ന വ്യക്തിക്ക് 2 ഭാര്യമാർ. 1 പെനീന, 2 ഹന്ന. പെനീനയ്ക്ക് മക്കളുണ്ട്, എന്നാൽ ഹന്നയ്ക്ക് മക്കളില്ല. നമ്മൾ ഓർക്കണം, ഇന്ന് നമ്മൾ മക്കളുണ്ട് മക്കളില്ലെന്നൊക്കെ പറയുന്നതിൻ്റെക്കാളുമൊക്കെ അന്നത്തെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സംബന്ധിച്ചോളം അത് വലിയൊരു നിന്ദയോ ശാപമോ എന്നുപോലെ ചിന്തകളാണ്. ഇന്ന് നമുക്കൊരു പക്ഷേ അങ്ങനത്തെ ചിന്തകളില്ലായിരിക്കാം. എന്നാൽ അന്നത്തെ കാലത്ത് അത് ഇല്ലെന്ന് പറഞ്ഞാൽ അതെന്തോ ദൈവം അവരെ തള്ളിക്കളഞ്ഞതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് അന്നവർക്ക്. അപ്പോൾ അന്ന് ഇതുപോലെ പ്രയാസം, മക്കളില്ലാത്തതിൻ്റെ പ്രയാസം ഉള്ളപ്പോൾ തന്നെ എന്തു പറയുന്നു, ഈ പെനീന ഹന്നെ എപ്പോഴും എന്തു ചെയ്യുന്നു? ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ വ്യസനിപ്പിക്കുന്നു. മക്കളില്ലാത്തതിൻ്റെ പേരിൽ എന്താണ് അവിടെ എഴുതി വെച്ചിട്ടില്ല, പല ആരോപണങ്ങൾ പക്ഷേ ഹന്നയ്ക്കെതിരെ ആരോപിക്കുന്നുണ്ടായിരിക്കാം. നിനക്ക് മക്കളില്ലാത്തതൊരു പക്ഷേ ഇന്ന കാരണങ്ങൾ കൊണ്ടാ, ദൈവത്തെ അനുസരിക്കാത്തതുകൊണ്ട്, ദൈവകൽപ്പന നടക്കാത്തതുകൊണ്ട്, എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല, പലപ്പോഴും അവളെ വ്യസനിപ്പിച്ചിരുന്നു പറയുന്നു. എന്നാൽ ഇവർ എല്ലാ വർഷവും ഈ എൽക്കാന ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോകുന്നത് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, പട്ടണത്തിൽ നാണ്ടുതോറും ശീലോവിലേക്ക് പോകാൻ പതിവായിരുന്നു. അപ്പോൾ എപ്പോഴൊക്കെ ഇവർ പോകാനായിട്ട് തുടങ്ങുമ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ആ പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോകുന്നു. അപ്പോൾ പോകാൻ ഇരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകാൻ ഇരിക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് വീണ്ടും പ്രശ്നങ്ങൾ പെനീനയുടെ ഭാഗത്തു ഉണ്ടാവുന്നു. മനസ്സിനെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുന്നു. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നു, എൽക്കാന അവളോട്, ഹന്നെ നീ എന്തിന് കരയുന്നു, എന്തിന് പട്ടിണി കിടക്കുന്നു? അപ്പോൾ പട്ടിണി കിടന്ന് കരഞ്ഞുവൊക്കെയാണ് ഈ ഹന്ന ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നു ഇവർ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുന്നതും നമ്മൾ വായിക്കുന്നു. അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവളൊരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ് സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അതരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾക്കാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുക എത്രേ ചെയ്തത്. അടിയനെ ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്, ഈ ഒരു ഹന്നയുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് ചെറിയൊരു വേദനയല്ല, അതുപോലത്തെ വേദനയാണ് അനുഭവിക്കുന്നത്. അതുപോലെ ഹൃദയത്തിനകത്തുനിന്ന് ഭാരത്തോടു കൂടിയാണ് അവൾ കരയുന്നത്. പട്ടിണി കിടക്കുന്നു, കരയുന്നു. അവിടെ ദൈവസന്നിധിയിൽ ചെന്നിട്ടും കരയുകയും നേർച്ച നേരുവെക്കുകയും ചെയ്യുന്നു. ഇത്രയും കരഞ്ഞ് ഇരിക്കുന്ന ഇവളോ വീട്ടിൽ നിന്ന്, പെനീനയിൽ നിന്ന് ഒത്തിരി പ്രതികൂലങ്ങൾ അനുഭവിച്ചാണ് ഇപ്പോൾ ദൈവസന്നിധി വന്ന് കരയുന്നത്. അവിടെ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ പുരോഹിതനും അവളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പുരോഹിതൻ പറയുക, നീ ഒരു മദ്യപാനിയാ, നിന്റെ മദ്യമൊക്കെ ഇറങ്ങട്ടെ, അല്ലെങ്കിൽ നീ ലഹരി പിടിച്ചിരിക്കുക, അത് ഇറങ്ങട്ടെ എന്ന് അവളോട് പറയുന്നത്. എന്നാൽ അവൾ വളരെ നല്ല രീതിയിൽ തന്നെ അതിനുള്ള മറുപടികൾ ഏലി പുരോഹിതന് കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വേദന ഹന്ന എത്രയോ തീവ്രമായിട്ട് അനുഭവിച്ചു. എത്രയോ വർഷങ്ങൾ ഒരു പക്ഷേ ആ വേദനയിൽ കൂടെ കടന്നുപോയി. ആരാധനാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെയും അവൾക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് നല്ലൊരു റെസ്പോൺസ് അല്ല. അവളെ സംശയിക്കും. കാരണം അവളുടെ വായിൽ നിന്ന് പോലും വാക്കുകൾ വരുന്നില്ല, അവളുടെ അധരങ്ങൾ ചലിക്കുന്നില്ല, ഉള്ളിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവൾക്ക് അതിനോടൊരു മറുപടി കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിൻ്റെ പ്രാർത്ഥനയ്ക്കൊക്കെയും ഉത്തരം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെ അവളുടെ മുഖം വാടിയില്ല എന്നും പിന്നെ അവൾക്ക് കിട്ടിയ മറുപടിയെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ആ കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ലെങ്കിലും ഒരു കാര്യം ഓർക്കുക, വേദന അനുഭവിച്ച ഒത്തിരി ആൾക്കാർ വേദപുസ്തകത്തിലുണ്ട്. അവരെന്നൊക്കെ വേദനയോടുകൂടി ഇരുന്നു,
വേദനയോടുകൂടെ ദൈവസ്ഥാനത്ത് ഹൃദയം പകർന്നു. അവരൊക്കെ ആശ്വാസം അനുഭവിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ വിടുതൽ അവർ അനുഭവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അടുത്ത ഒരാളെ നമ്മൾ കാണുന്നത് ഏലിയാവ്. നമുക്കറിയാവുന്ന ഏലിയാവിൻ്റെ കഥ നമുക്കറിയാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. ആ ഭാഗം ഒന്ന് എടുത്തു, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ഏലിയാവിന് സംഭവിച്ചത്? ഏലിയാവ് വലിയ ശുശ്രൂഷയൊക്കെ ചെയ്തത്. എന്നാൽ പെട്ടെന്ന് ദൈവം ചെയ്ത ആ ശുശ്രൂഷയൊക്കെ അദ്ദേഹം മറന്നു പോകുന്ന പോലെ ഞാൻ ഇന്നലെ വായിച്ചപ്പോൾ എനിക്കതിങ്ങനെ തോന്നുക. 450 പ്രവാചകന്മാരെ വെട്ടിക്കൊന്നു. മാത്രമല്ല, പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി, യാഗപീഠം കത്തി, അവിടെ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചു. എന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഇസബേലിൻ്റെ ഒരു വാക്കിൻ്റെ മുമ്പിൽ ഈ ഏലിയാവ് പതറിപ്പോകുന്നു. ഇദ്ദേഹം ഇപ്പോൾ എഴുന്നേറ്റിട്ട് ജീവരക്ഷയ്ക്കായിട്ട് പുറപ്പെടുന്നു. ബേർശേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാലിക്കാരനെ താനും മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ശരിക്കും മരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മരിക്കാൻ ആഗ്രഹിച്ചത് എങ്ങനെയാണ്? ആത്മഹത്യ ചെയ്യാനാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതായാലും അദ്ദേഹം ആഗ്രഹിക്കും, കർത്താവ് എനിക്ക് മരിക്കണം. ആരെങ്കിലും ഇടയ്ക്കൊക്കെ വിശ്വാസത്തിൽ വന്ന ശേഷവും മരിക്കാൻ ചിന്തിച്ചു എന്ന് പറഞ്ഞത് വലിയ പാവമായിട്ട് നിങ്ങൾ ചിന്തിക്കണ്ട. മരിക്കാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും കർത്താവിനോട് പറയാം. കാരണം നമ്മൾ മനുഷ്യരാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനത്തെ ചിന്തകളൊക്കെ വന്നിരിക്കാം. അത് വന്ന ഉടനെ എന്തോ വലിയ കുഴപ്പം ചിന്തിക്കണ്ട. എന്നാൽ പറയാം, കർത്താവേ എന്നെ അതിൽ നിന്ന് മാറ്റണേ, എനിക്ക് അതിനുള്ള വിടുതൽ തരണേ. ഈ പ്രവാചകനും അതുപോലത്തെ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു. തൻ്റെ ജീവൻ നഷ്ടം. കാരണം ഇദ്ദേഹം മാത്രമേ ഇനി ശേഷിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരെയും അവർ കൊന്നു. ദൈവം ഇതിനു മുമ്പ് വലിയ ശുശ്രൂഷയൊക്കെ കുറച്ച് മുമ്പേ ചെയ്തതൊക്കെ നമ്മൾ കാണുന്നു. എങ്കിലും ഇപ്പോൾ അദ്ദേഹം അങ്ങ് ആകെപ്പാടെ ഭാരപ്പെട്ട് മരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നു. എന്നാൽ അവിടെ നമ്മൾ കാണുന്ന ഒരു ദൂതൻ അവനെ തട്ടി അവന് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞ് അവന് നുണന്നു നോക്കി. കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ചു. പിന്നെയും കിടന്നുറങ്ങി. പിന്നെയും തട്ടി എഴുന്നേൽക്കുന്നു. പിന്നെയും നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവന് ഭക്ഷണം കൊടുക്കുന്നു. അവനത് കഴിക്കുന്നു, യാത്ര ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് 40 രാവും 40 പകലും അവൻ നടന്ന് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിലോട് ചെന്നു. അവിടെ ഒരു ഗുഹയിൽ കയറി അവിടെ എന്ത് ചെയ്യുന്നു? ഒളിച്ചിരിക്കുന്നു. അവിടെ എന്ത് നമ്മൾ കാണുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന് വായിക്കാം, 9-ാമത്തെ വാക്യം മുതൽ. അവിടെ അവനൊരു ഗുഹയിൽ കിടന്നു രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം ചോദിച്ചു. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ ഇവിടെ ഇത്രയൊക്കെ ദൈവം ആദ്യം ഒന്ന് ബലപ്പെടുത്തി ഈ അപ്പമൊക്കെ കഴിച്ച് യാത്രയൊക്കെ ചെയ്തെങ്കിലും വീണ്ടും ആ നിരാശ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. വീണ്ടും ദൈവത്തിൻ്റെ പർവ്വതത്തിൽ ചെന്ന് അവിടെയും ഒളിച്ചിരിക്കുവാണ്. വീണ്ടും താൻ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഓക്കെ, താഴോട്ട് വായിക്കാം. നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. ശക്തിയുള്ള കാറ്റിലും യഹോവയില്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. ഗുഹാമുഖത്തു നിന്നു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. അതിനവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവർ. ഇവിടെ വീണ്ടും ഏലിയാവ് നിരാശയുടെ വാക്കുകൾ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് 15-ാമത്തെ വാക്യത്തിൽ താൻ എന്നാ ഇനി ചെയ്യാൻ പോകേണ്ടത്, അടുത്ത ശുശ്രൂഷ എന്നുള്ള കാര്യങ്ങളൊക്കെയും ദൈവം പറയുന്നത്. നോക്കിയേ, ഒരു ദൈവത്തിൻ്റെ ഭൃത്യൻ, പ്രവാചകൻ, എന്നാൽ ജീവിതത്തിൻ്റെ ഒരു സമയം എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്ന എന്തുവാ? മരിച്ചാൽ മതിയെന്ന് ഓർക്കുന്നു. പെട്ടെന്ന് നമുക്കൊക്കെ നിരാശകൾ വരുന്നല്ലേ? ചിലവരുടെ ഒരു വാക്കുകൾ, ചില വ്യക്തികൾ നമ്മളോട് ചെയ്തൊരു കാര്യം,
നമ്മൾ ആ സമയം കൊണ്ട് എല്ലാം ദൈവം ചെയ്ത എല്ലാ പ്രവൃത്തികളെ നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ ആ നിരാശയ്ക്ക് അടിമപ്പെട്ടിട്ട് നമ്മൾ ആ വേദന മനസ്സിൽ പേറി നടക്കുന്നു. എന്നാൽ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഈ വേദനയോടുകൂടി ഇരിക്കുമ്പോഴൊക്കെയും ദൈവം പുറകെ ചെന്നിട്ട് അവരെല്ലാം ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നു. ദൈവം ശക്തീകരിക്കുന്ന ദൈവത്തെ, ദൈവം ഒരു വിടുതലിലേക്ക് നയിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ എല്ലാം കാണുന്നത്. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദനകളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഓർക്കുവാനും കൂടെയുള്ള സമയമാണ്. നിങ്ങൾ പറ, കർത്താവേ, ഇതൊക്കെ എൻ്റെയും വേദനകളാണ്, ഞാൻ ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദൂതനാൽ നമ്മളെ ബലപ്പെടുത്തുവാനും നമ്മളെ ശക്തീകരിക്കുവാനും നമുക്ക് വീണ്ടും വാഗ്ദത്തങ്ങൾ തരുവാനും ഒക്കെ കഴിയുന്ന ഒരു ദൈവവും നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് നമ്മൾ മറന്നു പോകാതിരിക്കുക. ഇനി നമ്മൾ ഇയ്യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കുവാണെങ്കിൽ, ഇയ്യോബിൻ്റെ ജീവിതത്തിലും ഇതുപോലെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു. എന്തൊക്കെയാണ് ഇയ്യോബിനുണ്ടായ പ്രയാസങ്ങൾ? ഒരു ദിവസം കൊണ്ട് തന്നെ 7 ആൺമക്കളും അല്ലേ, പിന്നെ 3 പെൺമക്കളും മരിക്കുന്നു. 11,000 കന്നുകാലികൾ, മാടുവർഗ്ഗങ്ങളൊക്കെയും എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. പിന്നെ തൻ്റെ സമ്പത്തെല്ലാം നശിച്ചു. തൻ്റെ ശരീരത്തിലും ഒരു പരു ബാധിച്ച് ഇപ്പോൾ എഴുന്നേൽക്കാനും ഇരിക്കുവാനും ഒന്നും പ്രയാസം അനുഭവിക്കുന്ന രീതിയിൽ വളരെ പ്രയാസപ്പെടുന്ന ഒരു ഇയ്യോബിനെ നമ്മളിവിടെ കാണുന്നു. ഇയ്യോബിൻ്റെ ചില പ്രയാസമേറിയ വാക്കുകളൊക്കെ നമ്മൾ കാണും. ആദ്യമൊക്കെ ഇയ്യോബ് തന്നെയൊക്കെ ന്യായീകരിച്ചൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ചില വാക്കുകളൊക്കെ വളരെ നിരാശയുടെ വാക്കുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. 7:16 ഒന്ന് വായിക്കാമോ? ഇയ്യോബ് 7:16. ഇയ്യോബ് 7:16. ഞാൻ അഴിഞ്ഞിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല. എന്നെ വിടണമേ, എൻ്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമേ. എൻ്റെ ജീവകാലം ഒരു ശ്വാസം മതി. ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കും. ഞാൻ തീർന്നു, ഞാൻ അഴിഞ്ഞിരിക്കും, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുന്നു, എനിക്കിനി ഇല്ല. എൻ്റെ ജീവകാലം ഒരു ശ്വാസം മാത്രം, അല്പം മാത്രമേ ഉള്ളൂ ഞാൻ ജീവിക്കാനുള്ളൂ, എൻ്റെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നിരാശയുടെ വാക്കുകൾ നമ്മൾ ഇയ്യോബിൻ്റെ വാക്കിൽ നിന്ന് വരുന്നു. ഇനി 30:20 ഒന്ന് വായിച്ചാട്ടെ. 30:20. ദൈവത്തിൽ നിന്ന് പോലും ഒരു മറുപടി കിട്ടാത്ത ഇയ്യോബിനെ നമ്മൾ കാണുന്നു. ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, നീ ഉത്തരം അരുളുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, നീ എന്നെ തുറിച്ചു നോക്കുന്നു. ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നീ എന്നെ തുറിച്ചു നോക്കുന്നു, ഒരു മറുപടിയും കിട്ടുന്നില്ല. നമ്മളൊക്കെ ചില സമയത്ത് ഇങ്ങനത്തെ അനുഭവങ്ങൾ കൂടെ കടന്നു പോയിട്ടില്ലേ? ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു മറുപടിയും കിട്ടുന്നില്ല. ദൈവം ഇങ്ങനെ അവിടെ അയ്യോ പറയാൻ തുറിച്ചു നോക്കുന്നു, പക്ഷെ ഒന്നും ഇങ്ങോട്ട് പറയുന്നില്ല. കർത്താവ് ഒരു കാര്യവും പറയുന്നില്ല. ചിലപ്പോൾ ചില പീരീഡൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് അനേക ഭക്തന്മാർ വരെയും അനുഭവിച്ചിട്ടുണ്ട്. അത് ആത്മീയമായിട്ടും ചിലപ്പോൾ നമ്മളൊരു ഡിപ്രഷൻ, സ്പിരിച്വൽ ഡിപ്രഷൻ്റെ സ്റ്റേജുകളിലേക്കൊക്കെ നമ്മൾ കടന്നു പോകാം. ചിലപ്പോൾ ഒരു മറുപടിയും കിട്ടാത്ത ചില സമയങ്ങളൊക്കെയും കാണുമായിരിക്കാം. നമുക്കൊന്നും ഇങ്ങോട്ട് ലഭിക്കുന്നില്ല, എല്ലാം തടസ്സമായിട്ടും പ്രതികൂലമായി നിൽക്കുന്ന ചില സമയങ്ങളൊക്കെയും വരാം. നമുക്ക് പലപ്പോഴും ദൈവത്തെ ഇയ്യോബിനെ പോലെ വേണ്ട പോലെ മനസ്സിലാക്കാൻ ചിലപ്പോൾ സാധിക്കുന്നില്ല. അവസാനം ഒത്തിരി കാര്യങ്ങളൊക്കെ ഇയ്യോബ് അങ്ങനെ പറഞ്ഞ് നമുക്കറിയാം. പിന്നെ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ദൈവം ഇയ്യോബിനോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങും നമ്മൾ കാണുന്നുണ്ട്. ദൈവം സംസാരിച്ചു തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഞാനിതെല്ലാം സൃഷ്ടിച്ചവനായ ദൈവം അല്ലേ, ഇത്രയും ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ചെയ്ത ദൈവം, ഈ ദൈവത്തെയാണ് നീ ഇന്ന് ചുരുങ്ങുന്നത്. ഈ ദൈവത്തിന് ഇതെല്ലാം കഴിയുമെങ്കിൽ നിൻ്റെ ഈ രോഗത്തിൻ്റെ, അതാ അതിൻ്റെ ഒരു മെസ്സേജ്, ഈ രോഗത്തിൻ്റെ മേലൊക്കെയും ഒരു കൺട്രോൾ ഉണ്ട്, ഈ വേദനകളുടെ മേലൊക്കെ എനിക്കൊരു കൺട്രോൾ ഉണ്ടെന്ന് കർത്താവ്. ഒരു വാക്യം, 2 വാക്യം മാത്രം വായിക്കും. 38:3-4 ദൈവം പറയുന്ന വാക്യങ്ങൾ. 38:3-4. നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ താഴോട്ടുണ്ട്. ഒരു കാര്യം ഓർക്കുക, ദൈവം സൈലൻ്റാന്ന് ഓർത്ത് ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് ഓർക്കല്ലേ. നമ്മുടെ വേദനയുടെ മധ്യത്തിൽ, ആ പ്രയാസത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുക, ഒരു വാക്ക് പോലും ഉരിയാടുന്നില്ലെന്ന് തോന്നിയാൽ ഒരു കാര്യം ഓർക്കുക, ദൈവം ഇന്നും കൺട്രോളിൽ തന്നെയാണ്. ദൈവം നമ്മുടെ മേൽ അവൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം നമ്മളെ അറിയുന്നു. അതിൻ്റെ സമയമായിട്ടില്ല. ആ സമയത്ത് ദൈവത്തിന് നമുക്ക് വിടുതൽ തരുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ വേദനകളിൽ നിന്നൊക്കെ നമ്മളെ സൗഖ്യം തരാൻ കഴിയാൻ നമുക്ക് ഒറ്റ ആശ്രയം നമ്മുടെ സർവ്വശക്തനായ ദൈവം മാത്രമേ ഉള്ളൂ. ഇനി ദാവീദിൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി അനുഭവങ്ങൾ,
ദാവീദ് എല്ലാം വളരെ പച്ചയ്ക്ക് തൻ്റെ ജീവിതത്തിലെ വേദനകളെല്ലാം ദാവീദ് തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. ചില വാക്യങ്ങൾ മാത്രം നമുക്കൊന്ന് വായിക്കാം. 6:6 ഒന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 6:6. എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു. രാത്രി മുഴുവൻ എന്റെ കിടക്കയെ ഒഴുക്കുന്നു. കണ്ണുനീര് കൊണ്ട് ഒഴുക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. കണ്ണുനീര് കൊണ്ട് എന്റെ കട്ടിലിനെ. രാത്രിയിൽ ഉറക്കമില്ല, കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. വേദന അനുഭവിച്ചിട്ട് രാത്രി കാലങ്ങളിൽ ഉറങ്ങാതിരുന്നവരും പലരും നമ്മുടെ മധ്യത്തിലില്ലേ? രാത്രി മുഴുവനും നമ്മൾ ഉറങ്ങിയിട്ടില്ല, കരഞ്ഞുകൊണ്ട് മാത്രം ഇരുന്ന സമയങ്ങൾ. ദാവീദ് തൻ്റെ ഡയറിയിൽ അതെല്ലാം അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇനി അതിൻ്റെ 13:1-2 വാക്യങ്ങൾ. 13 യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? യഹോവേ, നീ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എൻ്റെ ഹൃദയത്തിൽ എത്ര ദിവസം ഞാൻ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും, വിചാരം പിടിച്ച്. എനിക്കൊന്ന് ദാവീദ് ഒത്തിരി ഡിപ്രഷനിൽ കൂടെ അദ്ദേഹം കടന്നുപോയൊരു വ്യക്തിയായിരിക്കാം. ഒത്തിരി പ്രയാസങ്ങൾ, തൻ്റെ മകനിൽ നിന്ന്, ശൗലിൽ നിന്ന് എത്രയോ പ്രയാസങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരുന്നു. ഇനി നമ്മൾ 31-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതായ ഒരു സങ്കീർത്തനമാണ് 31-ാമത്തെ സങ്കീർത്തനത്തിൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ദാവീദ് തൻ്റെ പ്രയാസത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കും. ഒന്ന് വായിക്കാമോ? യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. 31:9 തൊട്ട് വായിച്ചാൽ മതി. 9 തൊട്ട്. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. വ്യസനം കൊണ്ട് എന്നാ സംഭവിച്ചിരിക്കുന്ന? എൻ്റെ കണ്ണ്, പ്രാണൻ, ഉദരം, ഫിസിക്കലായിട്ട് ആത്മാവിലെ എല്ലാം എന്തുവാ? ഞാൻ ഭയങ്കര ക്ഷയിച്ചിരിക്കുക, ഞാൻ വീക്കായിട്ടിരിക്കുന്നു. പിന്നെ വായിച്ചോ? എന്റെ ആയുസ് ദുഃഖം കൊണ്ടും എന്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയി. എൻ്റെ ആയുസ് ദുഃഖം കൊണ്ട്, എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ട്. എപ്പോഴും നെടുവീർപ്പാണ് എൻ്റെ ജീവിതത്തിൽ മുഴുവനും. യെസ്. എന്റെ അകൃത്യ നിമിത്തം എന്റെ ബലം ക്ഷീണിച്ചും എന്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. മാത്രമല്ല അകൃത്യ നിമിത്തം ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി പാപങ്ങളൊക്കെ സംഭവിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ച് എൻ്റെ അസ്ഥികളൊക്കെ എന്ത് ക്ഷയിച്ചിരിക്കുന്നു. എന്റെ സകല വൈരികളാൽ ഞാൻ നിന്ദിതനായി തീർന്നു. വൈരികളാൽ ഞാൻ നിന്ദിതനായിരിക്കുന്നു. എന്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ. എൻ്റെ അയൽക്കാർക്ക് അതിനിന്ദിതൻ. അയൽക്കാർക്ക് എന്നെ ഒട്ടും ഇഷ്ടമില്ല. എന്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവാ. അവരെ എന്നെ കാണുമ്പോൾ ഭയപ്പെടുകയാ. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. എന്നെ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. മരിച്ചവനെ പോലെ എന്നെ അവർ ഓർക്കുന്ന പോലുമില്ല. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടിയാലോചന ചെയ്തു, എൻ്റെ ജീവനെ എടുത്തു കളവാൻ നിരോപിച്ചു. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു, പൊട്ടി തകർന്ന് പാളീസായിട്ടിരിക്കുന്നു. ചിലപ്പോൾ നമ്മുടെയൊക്കെയും ജീവിതം അങ്ങനെ ആയിരിക്കാം. ആരെങ്കിലെയൊക്കെയും ചിലപ്പോൾ പുറത്ത് ചിലപ്പോൾ അറിയുന്നില്ലായിരിക്കാം, ബാഹ്യമായിട്ട് ആർക്കും അറിയാൻ പറ്റുന്നില്ലായിരിക്കാം. തകർന്ന പാത്രം പോലെ നമ്മൾ ഇരിക്കുമായിരിക്കാം. പിന്നെ നമ്മൾ ഈ താഴോട്ടെല്ലാം വായിക്കുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനം ആദ്യം തുടങ്ങുമ്പോഴും ദാവീദ് അങ്ങനെ പറയും, യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കും. താഴോട്ട് വായിക്കുമ്പോഴത്തേക്കും പിന്നെ പ്രത്യാശയുടെ വാക്കുകളാണ് നമ്മൾ ദാവീദിൽ നമ്മൾ പിന്നെ വായിക്കുന്നത്. അവിടെ നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമാണ് നിന്റെ നന്മ എത്ര വലിയതാകുന്നു. 19-ാമത് വാക്യം. പിന്നെ 21-ാം വാക്യം, യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. പ്രയാസങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടും വീണ്ടും ആ ദൈവത്തിൽ തന്നെ വിശ്വസിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു, ആ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് ദാവീദ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇനി നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കിയാലും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എത്രയോ ഭാരങ്ങൾ തൻ്റെ 3 സ്നേഹിതന്മാരോടെല്ലാം തുറന്നു പറയുക. എൻ്റെ ഹൃദയം മരണവേദന പോലെ അതിഭയങ്കരമായിരിക്കും എന്ന് പറഞ്ഞാൽ മശിഹ പറയുക, ഞാൻ മരിക്കാൻ ഭയപ്പെടുന്നു എന്നതിനർത്ഥം. ചിലപ്പോൾ ഓർക്കരുത്, നമ്മൾ വേദന പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചില ആത്മീയമായ ചിന്തകൾ ചിലപ്പോൾ കടന്നു വരും. വേദനയൊന്നും പറയുന്നത് ക്രിസ്ത്യാനികളൊന്നും പറയാൻ പാടില്ലാത്തതാണ്.
നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിപ്പീൻ എന്ന് പറയുന്നു. വേദനയും ദുഃഖമൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അങ്ങനല്ല. നമ്മളെല്ലാവരും വിശ്വാസികളും യേശുക്രിസ്തുവിൻ്റെ മക്കളുമൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ മനുഷ്യരാണ്. യേശുക്രിസ്തു തൻ്റെ വേദന അനുഭവിച്ചു. അത് തൻ്റെ സ്നേഹിതന്മാരോട് എന്ത് ചെയ്തു? തുറന്നു പറഞ്ഞു. നമുക്കും വേദനകളൊക്കെ ഉണ്ട്. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം, നമ്മളത് സമ്മതിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് വിടുതലുണ്ടാകാനായിട്ട് സാധിക്കുന്നത്. ചില സ്റ്റെപ്സുകൾ മാത്രം എങ്ങനെ നമുക്ക് ഈ വേദനയെ ഓവർകം ചെയ്യാമെന്ന് പറഞ്ഞ ശേഷം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സമയമെടുക്കാം. ഒന്ന്, വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ആഘാതം അനുഭവിച്ചിരിക്കുമ്പോഴത്തേക്ക് സമ്മതിക്കണം, എനിക്ക് ആഘാതമുണ്ട്, എനിക്ക് വേദനയുണ്ട്. കുറച്ച് പാടാ സമ്മതിക്കാൻ. കാരണം ഇതിങ്ങോട്ട് ഓർക്കാനായിട്ട് തുടങ്ങുമ്പോഴേ ശരീരത്തിലെല്ലാം എന്തോ ഇങ്ങനെ വിറയ്ക്കുന്നത് പോലെ, അല്ലേ, കോരിത്തിരിക്കുന്നത് പോലെ, എന്തോ ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, ആ പാടൊരു പ്രയാസം. നമ്മൾ സമ്മതിക്കണം, അനുഭവിക്കണം. കുറച്ച് സമയത്തേക്ക് നമ്മൾ ഒരിക്കൽ കൂടെ ആ എക്സ്പീരിയൻസ് എല്ലാം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒന്ന് അനുഭവിക്കണം. നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. രണ്ട് കാര്യങ്ങൾ അവിടെ ഞാൻ പറയുന്നത്. ഒന്ന്, അഡ്മിറ്റ് ചെയ്യണം, സമ്മതിക്കണം. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. പലപ്പോഴും നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടിയുള്ളവരാണ്. നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷിൽ പറയുന്നൊരു വാക്കുണ്ട്, വിക്ടിമൈസ്ഡ് മൈൻഡ് സെറ്റ്. ഞാനൊരു ഇരയാണെന്നുള്ളൊരു ചിന്താഗതി, എല്ലാത്തിൻ്റെ ഇരയാണ് ഞാൻ. ആ വ്യക്തി നിമിത്തമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്. ആ ഒരു കുടുംബം നിമിത്തം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്. ആ ചില ആൾക്കാരും ആ നാട്ടുകാരും നിമിത്തമാണ് ഞങ്ങൾ ഇങ്ങനെ ഗതി കിട്ടാവരാത്തവരായി തീർന്നത്. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മൂലം, എൻ്റെ ഭാര്യ മൂലം, എൻ്റെ മക്കൾ മൂലമാണ്. എപ്പോഴും നമ്മളിത് പറയും. ശരിയായിരിക്കാം, ഒരർത്ഥത്തിൽ അവരെല്ലാം ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ ഈ ദുഃഖത്തിലായിരിക്കാൻ വേണ്ടി. പക്ഷേ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചിന്താഗതി അങ്ങ് മാറ്റുക. ഞാനൊരു വിക്ടിമാണെന്നുള്ള ചിന്ത, ഞാനൊരു ഇരയാണെന്നുള്ള ചിന്ത അങ്ങ് മാറ്റിയിട്ട്, ഇരയായി ശരിയാ, പക്ഷേ ഇന്ന് ഞാൻ അതിനെ നേരിടാനായിട്ട് പോകും. എപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ല. നമുക്കറിയാം, യോശുവയും കാലേബും ഒക്കെയും കനാൻ ദേശം ഒറ്റുപോക്കാൻ പോയപ്പോഴത്തേക്ക് അവർക്കുണ്ടായിരുന്നൊരു ചിന്താഗതി, ഞാനിങ്ങനെ അതിനെ പറയും, ഒരു ഗ്രാസ് ഹോപ്പർ മൈൻഡ് സെറ്റ്, വെട്ടിക്കിളി മനസ്ഥിതി. ഞങ്ങളൊരു വെട്ടിക്കിളിയെ പോലെ അവരുടെ മുമ്പിൽ, ഞങ്ങൾ അത്രയും വലിയ മല്ലന്മാരുടെ മുമ്പിൽ ഞങ്ങൾ ഒന്നുമില്ല. അവർ ഞങ്ങളെ പിടിക്കും, ഞങ്ങളെ തിന്നും. അവർക്ക് പേടിയാണ്. അവസാനം അവർക്ക് ദൈവം അവരോട് വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ നമുക്കൊക്കെ ഇങ്ങനത്തെ ചിന്താഗതികളാണ്. മറ്റുള്ളവർ കാരണം ഞാനെനിക്ക് ഇങ്ങനെ സംഭവിച്ചു. 100% ശരിയാണ് നിങ്ങൾ പറയുന്നത്, നമ്മൾ പറയുന്നത് ശരിയാണ്. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കേണ്ട സമയമല്ല ഇപ്പോൾ. നമ്മൾ ഇതിൽ നിന്ന് മുന്നേറാനായിട്ട് പോവുകയാണ്. നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. എനിക്കിങ്ങനെയൊക്കെ സാഹചര്യങ്ങളുണ്ടായി, ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. അത് ഇന്നവരാണെന്നൊക്കെ നിൽക്കട്ടെ, അവരായിരിക്കാം, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു വേദനയുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. എനിക്കൊരു ആഘാതമുണ്ട്, എനിക്കൊരു ദുഃഖമുണ്ട്, എനിക്കൊരു പ്രയാസമുണ്ട്. എനിക്കിതിൽ നിന്നിപ്പോൾ വിടുതലിലേക്ക് വേണം. ഞാനേ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഞാൻ ഇതിൽ നിന്നൊരു മാറ്റത്തിലേക്ക് വരാനായിട്ട് ഞാൻ പോവുകയാണ്. നമ്മളൊരു കാര്യം മറന്നു പോകാതിരിക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമുക്കിതിനെയൊക്കെ ജയിക്കുവാനായിട്ട് സാധിക്കും. റോമർ 8:37 പെട്ടെന്ന് വായിക്കാമോ? നമുക്ക് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കുന്നത്? നമുക്കൊരു കാര്യം അറിയാം, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഇതിനുമേലൊക്കെ ജയം നേടുവാനായിട്ട് സാധിക്കും. വേഗം വായിക്കാമോ? റോമർ 8:37. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നമ്മൾ ഇതിലൊക്കെയും ജയം പ്രാപിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. അടുത്തൊരു വിഷയം, അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ഇങ്ങനെ വേദനകളിൽ കൂടെ കടന്നു പോകുമ്പോൾ, ട്രോമയിലും വലിയ ആഘാതത്തിലായിരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നൊരു വിഷയമാണ് കുറ്റബോധം. കുറ്റബോധം 2 തരത്തിലുണ്ടാകാം. ഒന്ന്, ചിലപ്പോൾ ശരിയായൊരു കുറ്റബോധം. ചിലപ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധം എന്ന് പറഞ്ഞാൽ ഒരു റീസണുമില്ലാത്ത, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, യുക്തിക്ക് യാതൊരു നിരക്കാത്തതായ കുറ്റബോധം പേര് നമ്മൾ നടക്കും. നിങ്ങളെന്ന് ആ വേദനയ്ക്ക് നിങ്ങൾ ആ വേദന അനുഭവിച്ചു, അല്ലെങ്കിൽ ആ ഒരു പീഡനത്തിന് നമ്മൾ ഇരയായി, അല്ലെങ്കിൽ ആ വിഷമത്തിൽ കൂടെ നമ്മൾ കടന്നുപോയി. അത്
നമ്മുടെ വല്ലതും കുഴപ്പമാണെന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ പാപം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അത് യുക്തിക്ക് നിരക്കാത്ത ചിന്തയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും ചിന്തിക്കുന്നത്, ഞങ്ങളൊക്കെ എന്നാ പാപം ചെയ്തിട്ട് സംഭവിച്ചു, അല്ലെങ്കിൽ ദൈവം ചിലപ്പോൾ ഞങ്ങളെ ശിക്ഷിച്ചതായിരിക്കും, കൊന്നതായിരിക്കാം. നമ്മളിവരോടൊക്കെ സംസാരിച്ചാൽ അവരങ്ങനെ പല കാര്യങ്ങളും പറയും. പലപ്പോഴും അത് യുക്തിക്ക് നിരക്കാത്തതായൊരു ചിന്തയാണ്, അനാവശ്യമായ കുറ്റബോധങ്ങൾ. എന്നാൽ ശരിയായ കുറ്റബോധം വരാം. എങ്ങനെ? ചിലപ്പോൾ നമ്മൾ ആ വേദനയിൽ കൂടെ കടന്നു പോകുന്നതിൻ്റെ ഒരു കാരണം, ഒരു പങ്ക് നമുക്കുണ്ടായിരിക്കാം. നമ്മുടെ ഭാഗത്തൊരു പങ്കുണ്ടായിരിക്കാം, നമ്മുടെ ഭാഗത്ത് അതിന് ഒരു കാര്യമുണ്ടായിരിക്കാം. അത് യഥാർത്ഥത്തിലുള്ള കുറ്റമാണ്, പാവമാണ്. നമ്മൾ രണ്ടും തിരിച്ചറിയണം. യുക്തിക്ക് നിരക്കാത്തതായ കുറ്റബോധങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡീൽ ചെയ്യണം, നമ്മൾ അതിനെ മാറ്റിക്കളയണം. എളുപ്പമല്ല അത്. നമുക്ക് ചിലപ്പോൾ കുറച്ച് അറിയാവുന്നവരോട് നമ്മൾ സംസാരിക്കുകയും കൗൺസിലിങ്ങൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് മാറും. ആ ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം. ശരിയായ കുറ്റബോധമാണെങ്കിൽ വേദപുസ്തകത്തിൽ നമ്മൾ 2 കൊരിന്ത്യർ 7:10 പറയുന്നുണ്ട്, ഒന്ന് ശരിയായ ദുഃഖം, ദൈവികമായ ദുഃഖം, അത് അനുതാപത്തിലേക്ക് വരുത്തുന്ന കാര്യം പറയുന്നു. മറ്റേത് അൺഗോഡ്ലി ആയിട്ടുള്ള ഗ്രീഫ്, ആ ദൈവികമല്ലാത്തതായ ദുഃഖം. ദൈവികമായ ദുഃഖം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ വരുമ്പോഴത്തേക്ക് എന്തിനാ? ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ശരിയായൊരു കുറ്റബോധമാണോ? കർത്താവിൻ്റെ അടുത്തല്ല, യേശുക്രിസ്തു നമ്മളെ കഴുകുവാൻ അവൻ്റെ രക്തം അവിടെയുണ്ട്. അവൻ നമ്മളെ ശുദ്ധീകരിക്കും. നമ്മുടെ സകല കുറ്റബോധത്തിൽ നിന്നും, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും എല്ലാം നമ്മളെ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോഴത്തേക്ക് നമ്മൾ വിടുവിച്ചിട്ടുണ്ട്. അത് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ കുറ്റബോധത്തെ നമ്മൾ രണ്ടാമതായിട്ട് കൈകാര്യം ചെയ്യുക. മൂന്നാമതായിട്ട്, നിങ്ങളുടെ സൗഖ്യത്തിനായിട്ട് യേശുക്രിസ്തുവിൻ്റെ സൗഖ്യം നമ്മൾ സ്വീകരിക്കുക. യേശുക്രിസ്തുവിൻ്റെ സൗഖ്യം നമ്മൾ സ്വീകരിക്കുക. നമുക്ക് ഒത്തിരി വേദപുസ്തകത്തിൽ വളരെ ക്ലിയറായ പല വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? യെശയ്യാവ് 53:4-5 വാക്യങ്ങൾ. യെശയ്യാവ് 53:4-5. യെശയ്യാവ് 53:4-5. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ വേദനകളെ ആര് ചുമന്നു? യേശു ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് വിചാരിച്ചു. എല്ലാവരും ഓർത്തു അവനെ ദൈവമാണ് ശിക്ഷിച്ച് ദണ്ഡിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം നിമിത്തവും യേശുക്രിസ്തു തകർന്നിരിക്കുന്നു. ഇനി 1 പത്രോസ് 2:24 നമുക്കറിയാം, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. നമ്മുടെ പാപങ്ങളെ, നമ്മുടെ ശാപങ്ങളെ എല്ലാം വഹിച്ചുകൊണ്ട് യേശു ക്രൂശിൽ മേറിയിട്ട് അവിടെ പത്രോസ് എഴുതിയിരിക്കും, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. 147 സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 147 സങ്കീർത്തനം 3-ാമത്തെ വാക്യം. താങ്ക് യു ജീസസ്. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. അവരുടെ മുറിവുകളെ കെട്ടുകയും അവൻ്റെ മുറിവുകളെ, മനം തകർന്നവരെ സൗഖ്യമാക്കുന്നത് നമ്മുടെ ദൈവം. നമ്മൾ സഭയെക്കുറിച്ചൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ചിന്തിച്ചപ്പോൾ നിങ്ങൾ കേട്ടോ, സഭയെന്ന് പറയുന്നത് ശരിക്കും ഒരു ഹോസ്പിറ്റൽ പോലെയാണ്. ഇവിടെ മറ്റു ഓപ്പറേഷനോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ട്. സൗഖ്യമാക്കുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന ദൈവത്തോടു കൂടി നമ്മളായിരിക്കുന്നത്. ഇവിടെ നമുക്ക് സൗഖ്യമുണ്ട്. ഇനി 1-2 കാര്യങ്ങളോട് പറഞ്ഞ് വേഗം നിർത്തുകയാണ്. വേദനയും ആഘാതവും നമ്മുടെ പുറകിലോട്ട് നമ്മൾ തള്ളിക്കളയുക. ഇതെല്ലാം നമ്മൾ വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുക. നമ്മൾ അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരിക. ഒരു വാക്യം മാത്രം വായിച്ച് നമുക്ക് വേഗം അവസാനം. എഫേസ്യർ 4:22 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കും, 22 തൊട്ട് 24 വരെ. എഫേസ്യ ലേഖനം 4:22 തൊട്ട് 24 വരെ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. നമ്മൾ ഇന്നൊരു പുതിയ വ്യക്തി ആളെ പോകാനായിട്ട് പോവുക. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിമ്പിലുള്ളത് മറന്നുകൊണ്ട്
മുമ്പിലുള്ള പരമവലിയുടെ ലാക്കിലേക്ക് ഓടുന്നു. പണ്ടത്തെ വേദനകളെ നമ്മൾ ശരിയായി ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിനെ പുറകോട്ട് തള്ളിക്കളഞ്ഞിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടെ, നമ്മൾ വേദന അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പകയും കയ്പും ഒക്കെയും കടന്നു വരും. നമ്മൾ നേരത്തെ ശ്രദ്ധിച്ച കാര്യം, ക്ഷമിക്കുക, വിട്ടുകളയുക. 3 ക്ഷമ നമുക്ക് ആവശ്യമാണ്. 1, വ്യക്തികളോട് ക്ഷമിക്കണം. നമ്മളെ ആ വേദനിപ്പിച്ച വ്യക്തികളുണ്ടല്ലോ, അവരോട് നമ്മൾ ക്ഷമിക്കണം. 2, നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യമുണ്ട്. ചിലപ്പം വ്യക്തികളോടായിരിക്കും, നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര ക്ഷമിക്കാത്തൊരവസ്ഥയുണ്ട്. നമ്മളോട് ക്ഷമിക്കണം. വീണ്ടും ഒരാളോട് ദേഷ്യമുണ്ട്. ആരോടാന്ന് പറയാമോ? 3-ാമത്തെ ആള്. വ്യക്തികളെ നമ്മളോട് തന്നെ, സെൽഫിനോട്, വേറൊരാളോട് ദേഷ്യമുണ്ട്. ആരാ? ദൈവത്തോട്. നമ്മൾ സമ്മതിക്കത്തില്ല. ദൈവത്തോട് നമുക്ക് ഭയങ്കര കോപവും പകയൊക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ അതൊക്കെ നമ്മളെ ആത്മീയത്തിൻ്റെ മറവിട്ടിട്ട് നമ്മളൊന്നും സമ്മതിക്കത്തില്ല. സമ്മതിക്കണം. എനിക്ക് ദൈവത്തോടും ദേഷ്യമുണ്ട്, കോപമുണ്ട്, ഞാൻ ദൈവത്തോടും വിട്ടുകളഞ്ഞിരിക്കുന്നു. ആ കാര്യങ്ങളെ ദൈവം ആണ് അതിൻ്റെ റീസൺ എന്നുള്ള കാര്യം ഞാൻ മറക്കുന്നു. ഇനി വേദപുസ്തകത്തിലെ ഒരു വാക്യം മാത്രം. സൗഖ്യത്തിലേക്ക് വരുവാനായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ മാത്രമേ സൗഖ്യം നമ്മളിലേക്ക് കടന്നു വരത്തുള്ളൂ. ഈ സ്നേഹം എന്നുള്ള കാര്യം നമ്മൾ മാത്രം പറയുന്നൊരു കാര്യമല്ല. ഈ ദൈവത്തെ പോലും വിശ്വാസമില്ലാത്ത സൈക്കോളജിസ്റ്റുകൾ പോലും മനസ്സിലാക്കിയിരിക്കുന്നൊരു കാര്യമുണ്ട്. നേച്ചേഴ്സ് തെറാപ്പി. ലവ് ഈസ് നേച്ചേഴ്സ് തെറാപ്പി. പ്രകൃതിയുടെ തെറാപ്പി എന്ന് പറയുന്നത് സ്നേഹമാണ്. ഈ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ നമുക്കാണ് സാധിക്കുന്നത്. റോമാലേഖനം 5:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന അവിടെ ഒന്ന് വായിച്ചോ? അതും കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുക. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ വേദനകളൊക്കെ മാറും. അവൻ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നമ്മൾ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഉയരത്തിനോ ആഴത്തിനോ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഒന്നും നമ്മളെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വേദനകളെ, നമ്മുടെ ദുഃഖങ്ങളെയൊക്കെ നമുക്ക്